നമ്മൾ ഗോൾഗപ്പ എത്തി ഗൈസ്. പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി. വലിയ കാര്യത്തിൽ മൈക്കൊക്കെ ഓണാന്ന് വിചാരിച്ചിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ മൈക്ക് ഓണല്ലായിരുന്നു. ഓണാക്കാൻ മറന്നുപോയി. എന്തോ ഒരു അബദ്ധം പറ്റി. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഗോൾഗപ്പ എത്തി. അവിടെ ഓർഡറൊക്കെ കൊടുത്തിട്ട് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് നമ്മുടെ വീട്ടിലുള്ള ആളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പുതിയതല്ല, പഴയ തന്നെയാണ് മരിക. ഫസ്റ്റ് ടൈമാണെന്ന് തോന്നുന്നു വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നമ്മുടെ ഓർഡറൊക്കെ കൊടുത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനിടയ്ക്ക് കുറേ ചളി കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ മൈക്ക് ഓണല്ലാത്തത് കൊണ്ടൊന്നും കിട്ടിയില്ല. അപ്പോൾ ഫസ്റ്റ് പാനിപൂരി വന്നു, പിന്നെ ദഹിപൂരി വന്നു, അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പാവ് ഭാജിയും വന്നു. അപ്പോൾ നമ്മൾ ടേസ്റ്റ് ചെയ്തത് പാനിപൂരിയാണ്. പാനിപൂരി ആസ് ഓൾവേസ് നല്ലതായിരുന്നു. ഗോൾഗപ്പേൻ്റെ പാനിപൂരി ഞാനിത് സെക്കൻഡ് ടൈമാണ് കഴിക്കുന്നത്. എനിക്കിഷ്ടമാണ് അവരുടെ പാനിപൂരി, നല്ലതാണ്. എല്ലാവരും പിന്നെ പാനിപൂരിയൊക്കെ കഴിച്ചിട്ടുള്ളതാണല്ലോ. ഗോൾഗപ്പേന്ന് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്തത് ദഹിപൂരിയാണ്. ദഹിപൂരിയും ഗോൾഗപ്പേന്ന് ഞാനിത് സെക്കൻഡ് ടൈമാണ്. അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ലതാണ്. പിന്നെ ദഹിപൂരി നമ്മുടെ കൂട്ടത്തിൽ 2-3 പേര് ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അവരെന്താ പറയുന്നത് എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയിട്ട്. ഫസ്റ്റ് ടൈം അല്ലേ? അങ്ങനെയുള്ളൂ. പാനിപൂരിനേക്കാളും നല്ലതല്ലേ? എനിക്കും ഇതാ ഇഷ്ടം. അങ്ങനെയുണ്ട്. നീ എൻ്റെ ഫസ്റ്റ് ടൈം ആണോ? ഞാൻ ഫസ്റ്റ് ടൈം. ഇവിടെ ഫസ്റ്റ് ടൈമാണ്. ഇഷ്ടമല്ലേ പാനിപൂരി മസാലപ്പൂരി? ട്രൈ ചെയ്യണം. ഓ, അങ്ങനെയൊക്കെ ഉണ്ട്, ചടങ്ങൊക്കെ ഉണ്ടായിട്ട്. അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ആക്കിയതാ. ചടങ്ങാക്കാം. ഇതിനകത്ത് നല്ലതാട്ടെ. ഞാൻ വടാപ്പാവ കഴിച്ചത് കേട്ടോ. പാവഭാജി ഐ തിങ്ക് ദിസ് ഇസ് മൈ. എനിക്ക് വടാപ്പാവിനേക്കാളും പാവഭാജിയാണ് ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഇത് പാവഭാജി. പാവഭാജി അല്ലേ നല്ലത്? വടാപ്പാവ് എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടില്ല. വേണോ? ഇതെന്ത് ബജി? പാവഭാജി. ദൈവമേ, ഞാൻ എത്ര ആറ്റുനോട്ട് കഴിക്കണം വിചാരിച്ച സാധനം എനിക്കിഷ്ടം. ഞാൻ കഴിച്ചത് വടാപ്പാവ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഗോൾഗപ്പയിൽ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ മരിയയ്ക്ക് ദോശ കഴിക്കാൻ പറ്റിയ കട അന്വേഷിച്ച് പോവാണ്. ചെന്നിട്ട് കാണാം. അതെ, ഗോൾഗപ്പ എക്സ്പീരിയൻസ്. ഇവിടെ കുറേ ആൾക്കാർ ഞങ്ങൾ നോക്കുന്നു ഗൈസ്. ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് ഞങ്ങൾ എക്സ്ട്രോവേർട്ട് ആണെങ്കിലും നമ്മൾ ആക്ച്വലി ഇൻട്രോവേർട്ടാണ്. അതെ, അപ്പോൾ കാണാം. ബൈ ബൈ. നമ്മൾ ആക്ച്വലി പുട്ടും കട്ടനും കട തപ്പി നടക്കുകയാണ്. ഇപ്പോൾ എന്തൊക്കെയോ കുറേ സാധനങ്ങൾ വലിച്ചു കയറ്റി. പെട്ടെന്ന് വാ, ഇനിയും എന്തെങ്കിലുമൊക്കെ കയറ്റാൻ വേണ്ടിയിട്ട് പോവാണ്. കഴിച്ചതൊന്നും നമ്മുടെ കൂട്ടത്തിൽ വന്ന് കാണിച്ചു തരാം ഒരു മിനിറ്റ്. ഈ മരത്തിന്റെ പേരാണ് അലറി. മരിയും ദോശ അന്വേഷിച്ച് പോകുന്ന പുട്ടും കട്ടനും കട തപ്പി 2 അങ്ങ് പോയിട്ടുണ്ട്. നമ്മളിതാ ഇത്ര ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. അതെ, അത് അതിനിടയിലൊരു വിറ്റ് കേട്ടോ നിങ്ങൾ. അതെ, ക്വിസ് നടത്തുകയാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോ ഞങ്ങൾ മരത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഒരു മരം കാണിച്ചിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എന്ത് മരാ? അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല, ഇതാണ് അലറി മരം. അലറി മരോ? അതെ, അലറി മരം. എന്നിട്ട് അരളി. അത് അരളി ഒന്നല്ലേ, ഏതോ തണൽമരം കാണിച്ചിട്ട് അതിനെ അരളിന്ന്. അരളി പൂക്കും. ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ മണ്ടത്തരങ്ങൾ നിങ്ങൾ കേൾക്കേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം നമ്മൾ കടയിൽ എത്തിയിട്ട് കാണാം. ബൈ 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 ബൈ. കാടമുട്ട എങ്ങനെയുണ്ട്? എല്ലാം ടേസ്റ്റ്
കാളമുട്ടാണോ? നല്ല കട്ടൻ. നിങ്ങൾ എന്റെ ബ്ലോഗിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത അടിപൊളി ടേസ്റ്റ് ഉണ്ട്. പക്ഷെ കുറച്ച് ഉപ്പ് കുറവുണ്ട്, അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല, നല്ലതാണ്, അടിപൊളിയാണ്. ബാക്കി വിശേഷങ്ങൾ ഞങ്ങൾ ബില്ല് വന്നു കഴിയുമ്പോൾ പറയാം. മിസ് ആദിത്യ, നല്ല അപ്പൊ നമ്മള് കട്ടനും പുട്ടും ഇറങ്ങി. ഇനി നമ്മുടെ ഡെസ്റ്റിനേഷൻ എന്താ? കോട്ടൺ ഫാബ്. അതെ, അവിടെ പോയി കട്ടനും പുട്ടും. കട്ടനും പുട്ടിലെ കട്ടൻ നല്ലതായിരുന്നു, ഫുഡ് ആവറേജ്. ഫുഡ് എനിക്ക് കുറവുണ്ടായി. അല്ല, എനിക്ക് ഫുഡും ഓക്കെയാ, പക്ഷെ ചില ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡും സംസാര രീതിയും അതെ ഇഷ്ടപ്പെടാനില്ല. എന്താ അപ്പൊ അത് പോട്ടെ. ഇനി അങ്ങനെ നടന്ന് നമ്മളിതാ ഡെസ്റ്റിനേഷൻ എത്താനായി ഗൈസ്. എത്താനായോ? നമ്മൾ കഴിച്ചെല്ലാം ദഹിച്ചു. എത്താനായോ? ഇല്ലേ ഇല്ലല്ലോ, ഇനിയുണ്ട് ഒരു വളവ്. ഇനിയുണ്ട്. എൻട്രൻസ് എനിക്കറിയില്ല, നല്ല ആൾക്കാരാ. കൊച്ചി എന്താ ഏതാ അറിയാൻ പാടില്ലാത്ത ആദ്യത്തേക്കൊരു പെട്ടെന്നൊരു സർപ്രൈസ് കൊടുക്കാൻ പ്ലാൻ ചെയ്തേ. കാരണം ഈ വ്ലോഗ് എടുത്തതിൻ്റെ പിറ്റേ ദിവസം ആദിത്യ പോകാനായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അവളുടെ പിറന്നാൾ, അതായത് ബർത്ത്ഡേ വരികയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പെട്ടെന്നൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് അവളെ പിടിച്ച് വെച്ചിട്ട് ചുമ്മാ കുറച്ച് പുട്ടും കട്ടലിൻ്റെ റിവ്യൂ എടുത്തു എന്നേ ഉള്ളൂ കേട്ടോ. മരിയും പ്രജത്തെയും അവൾക്കുള്ള കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോയതാണേ. അപ്പൊ നമ്മൾ നാലും കോട്ടൺ ഫാബിനെന്നും പറഞ്ഞ് വന്ന് ഇവിടെ ഇങ്ങനെ കുത്തിയിരിപ്പുണ്ട്. ബാക്കി ആക്ച്വലി നമ്മുടെ ആദിത്യന്റെ പിറന്നനാളാണ് ഇന്ന്. ബർത്ത്ഡേ എന്നാണ്? ബർത്ത്ഡേ ഫെബ്രുവരി 13. ജൂലൈ 13 സന്തോഷം കൊണ്ടാ. അതെ, ഞങ്ങള് ഞാൻ മണക്കുന്നതാണ്. വയറ് വളർത്തിപ്പിടിച്ചേ എനിക്ക് സംസാരിച്ച പ്രശ്നമാവും ഇങ്ങനെ കാണിച്ചു കൊടുത്ത്. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. സങ്കടവും കണ്ടിട്ടുണ്ടോ ഗൈസ്? നിങ്ങളോടാണ്. നിങ്ങൾ ഏതെങ്കിലും കേക്കിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ ക്യാപ്ഷൻ? ഇല്ല. എന്താണ് ക്യാപ്ഷൻ കാണിച്ചു കൊടുക്കും? ഇവിടെ ഇങ്ങോട്ട് തിരി. We love you. അയ്യോ, ഹാപ്പി ബർത്ത്ഡേ ടു യു. അത് പിന്നെ എല്ലാത്തിൻ്റെയും കൂടെ മാച്ച് ചെയ്തോളൂ. ആക്ച്വലി അതിടയ്ക്ക് ഇല വീണതാ. നല്ല കേക്കല്ലേ? കുഴപ്പമില്ല. അപ്പോ ഇതെന്തിനാണെന്നുള്ളത്, അപ്പോൾ ഈ കേക്ക് ആക്ച്വലി രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാ. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു, പിറന്നാളാണ്. മറ്റേ കാര്യം പിന്നെ പറയാം. കോട്ടൺ ഫാബ് കാണാനായിട്ട് നമ്മളിവിടെ എത്തിയിട്ടുണ്ട്.
പക്ഷെ ഓൾമോസ്റ്റ് മിക്ക ഷോപ്സും ക്ലോസ്ഡ് ആയിരുന്നു. ക്ലോസ് ചെയ്യാൻ പോവായിരുന്നു, ശരിക്കരുത്, ക്ലോസ് ചെയ്യാനായിട്ട് പോവായിരുന്നു. പക്ഷെ കുറെ സാധനങ്ങൾ വാങ്ങിച്ചു, കണ്ടു, എക്സ്പ്ലോർ ചെയ്തു, ബാർഗെയിൻ ചെയ്യുന്ന വീഡിയോ വരും, ഞങ്ങൾ ഇറക്കും. പക്ഷെ ഇല്ല അതിനകത്ത് ഷേപ്പ് ഇങ്ങനെ കരഞ്ഞു. നിങ്ങൾ ഇത്ര വായ്പ കൊടുക്കരുത്, അത് അത്ര ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല. അത് ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ളവര് ബാർഗെയിൻ ചെയ്യും. രുചിത നന്നായിട്ട് ബാർഗെയിൻ ചെയ്യുന്നേ. കഴിവ് തന്നെ, സത്യം എനിക്ക് ആ കഴിവില്ല. അവരെന്ത് പറയുന്നു ശരിയേട്ടാ. ആക്ച്വലി ഇത് ബാർഗെയിൻ ചെയ്യുന്ന നല്ലൊരു കഴിവാണ്. കാരണം ഇത് അവര് കൂട്ടിയിട്ടിട്ടല്ലേ നമുക്ക് തരുന്നത്. അവിടെ എന്താണ് ഇത് മറ്റേ എന്താ ബാർഗെയിൻ ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എവിടെയോ ഒരു ലൂപ്പ് കിട്ടിയപ്പോഴത്തേക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാ. അത് പക്ഷെ വർക്കൗട്ട് ആയി. ഇന്ന് രാത്രി നമ്മൾ പൊളിക്കും. നമ്മള് കളിക്കും, പാടില്ല. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. മറ്റേ കോംപ്ലിക്കേറ്റഡ് കാർഡല്ല. അപ്പൊ നമുക്ക് എന്തെങ്കിലും നമ്മുടെ കലൂർ യാത്ര നമുക്ക് ഇവിടെ സ്റ്റോപ്പ് ചെയ്യണം. ബാക്കി എല്ലാരും നന്നായിട്ട് എൻജോയ് ചെയ്തു, അടിപൊളിയായിരുന്നു. പുതിയ ഐറ്റംസ് ട്രൈ ചെയ്തു. അതെ ഫുഡ് കഴിച്ചു, കുറെ സാധനങ്ങൾ. ദഹിപൂരി അടിപൊളി. ഞാൻ ഗോൾഗപ്പയില് സെക്കൻഡ് ടൈമാണ് പോകുന്നത്. ഒരു വിഷയമില്ല അവരുടെ ദഹിപൂരി. അതുപോലെ തന്നെ ബൃന്ദാവന്റെ അവിടെ നമുക്ക് ഇവിടുത്തെ കേട്ടോ, അത് നൈസ്. അത് എവിടുത്തെ ബൃന്ദാവൻ, ഈ പാലാരിവട്ടം. ഓക്കെ, ഇവിടുത്തതും നൈസാണ്. ഇവിടുത്തെയും ദഹിപൂരി കാര്യങ്ങളൊക്കെ, പാനിപൂരി എല്ലാം നൈസാണ്. അപ്പോൾ ഒരു പ്രാവശ്യം നോക്കി പോവാം. അപ്പോൾ ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമുള്ളവർ എന്തായാലും ഈ പറഞ്ഞ ഷോപ്പിലും പോയിട്ട് കലൂര് ഗോൽഗപ്പ, അതേപോലെ നല്ല പാനിപൂരി, ദഹിപൂരി സ്പോർട്സ് അറിയാമോ? ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഫുഡ് പറഞ്ഞാലും ഞങ്ങൾ പോയി ട്രൈ ചെയ്യും. ഓക്കെ, അപ്പോൾ കാണാം നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.